ഒരു ഭക്തനെ അത് ചലിപ്പിക്കും. 5, 10, 12, 18, 20 വർഷങ്ങളുടെ കാത്തിരിപ്പുകൾ കഴിഞ്ഞിട്ടും വാഗ്ദത്തം നിവർത്തിയാകാതെ പിടയുന്ന മനസ്സുമായി ഇന്ന് രാത്രി കർത്താവിന്റെ മുൻപിൽ നീ ഇരിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് ഒറ്റ ശബ്ദമേ നിന്നോട് പറയാനുള്ളൂ. വർഷങ്ങൾ പരാജയം അനുഭവിച്ചവന്റെ ജീവിതത്തിന്റെ അകത്ത് വാഗ്ദത്തത്തെ ജനിപ്പിച്ചു കൊടുത്തവൻ, നിർജീവത്വം വ്യാപരിച്ച മണ്ഡലങ്ങളെ മാറ്റിയപ്പ് വാഗ്ദത്തത്തെ ഉറപ്പിച്ച എൽ ഷദായിയായവൻ ഇന്ന് രാത്രിയിലും ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചാൽ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിൽ ഈ രാത്രി അവിടുന്ന് സംഭവിക്കണ്ടേ. അത് ഭാസ്കല്ല, അത് സത്യമത്രേ. നാലാമത്തെ അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് നല്ലൊരു വിശദീകരണം അബ്രഹാമിനെയും സാറായിയെയും എടുത്തു വച്ചിട്ട് തമ്പുരാൻ കൃത്യമായി രേഖപ്പെടുത്തി. തമ്പുരാന്റെ സന്നിധാനത്തിൽ ഞാനിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചു. 3 അധ്യായങ്ങൾ ഗൗരവമായ ആലോചനകൾ പങ്കുവച്ചിട്ട് 4-ാമത്തെ അധ്യായത്തിൽ ഒരു കുടുംബത്തെ അവതരിപ്പിച്ച ദൈവം എന്തിനാ അവതരിപ്പിച്ചത്? വിശ്വാസം എന്നതിനെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് തരുന്നത്. ഇന്നലകളിൽ വാഗ്ദത്തമുണ്ടെങ്കിലും പരാജയങ്ങളുടെ ചവിട്ടുപടിയിൽ നിന്നവന്റെ മുൻപിൽ ഇറങ്ങിയ ദൈവസാന്നിധ്യം അവന്റെ ജീവിതത്തിൽ ചെയ്തെടുത്തൊരു വിടുതലില്ലേ പ്രിയരെ? ഇന്ന് രാത്രി അബ്രഹാമിന്റെ സ്നേഹിതനെന്നും വിശ്വാസികളുടെ പിതാവെന്നും മാറ്റമില്ലാത്ത സ്വർഗത്തിൽ കേൾക്കുന്നൊരു ശബ്ദമില്ലേ പ്രിയരെ? ആമേൻ. നമ്മളെപ്പോലെ ഞെരുങ്ങിയ ഒരു ഇന്നലെ അബ്രഹാമിന്റെ ജീവിതത്തിലില്ലേ? വാഗ്ദത്തം ഉണ്ടായിട്ടും വിടുതൽ പ്രാപിക്കാത്ത ഒരനുഭവം എന്നെ പോലെ നിങ്ങളെ പോലെ അവന്റെ ജീവിതത്തിലും ഉണ്ടായില്ലേ? ചുറ്റുവട്ടങ്ങൾ പരിഹസിച്ച 1000 അനുഭവങ്ങൾ അവനും അനുഭവിച്ചില്ലേ? മാനസിക ബുദ്ധി കുറ്റം പറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ അവനും ഉണ്ടായില്ലേ? വർഷങ്ങളെ പരാജയം ഇനി മാറുമോ എന്ന് ചോദിച്ച ബുദ്ധിയുടെ പ്രമാണങ്ങൾ അവനും കേട്ടില്ലേ? എന്നിട്ടും അവൻ വിടുവിക്കപ്പെട്ടു. ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, അവനെ വിടുവിച്ചതുപോലെ നിന്നെയും. 5, 10 വർഷം പരാജയമായി ഇതുവരെയും ഒരു വിടുതൽ പ്രാപിച്ചില്ലെന്നോർത്ത് നിരാശപ്പെട്ടു നിൽക്കുന്ന നിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജീവനിലേക്ക് നടത്തുകയാണ്. സാരമില്ലെന്ന് പറയാൻ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളല്ല നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ന് രാത്രി വീണ്ടും ഒരു ഉണർത്തുപാട്ടിന്റെ ശബ്ദവുമായി ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നല്ല ശബ്ദമില്ലേ പ്രിയരെ? ആമേൻ. അതൊരു ഫോഷ്കാണോ? അല്ല. ആമേൻ. ഈ രാത്രി ആമേൻ വെറുതെ ഒരു ബഹളമുണ്ടാക്കാനുള്ള ഒരു ശബ്ദമാണോ? അല്ല. അതൊരു ജീവന്റെ യാഥാർത്ഥ്യമല്ലേ അത്? അപ്പൊ സമാനമായി പരാജയപ്പെട്ട വർഷങ്ങളുടെ അനുഭവമുള്ളവൻ വിടുതലിലേക്ക് പോയ ആ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന് തുല്യമായ ഒരു വിശ്വാസം നമുക്കുമുണ്ടാകണമെന്ന് പഠിപ്പിക്കാൻ 4-ാം അധ്യായം ആദ്യം മുതൽ രേഖപ്പെടുത്തി വന്നിട്ട് അവസാന വാക്യങ്ങളിൽ അവൻ സ്വർഗം കാതലായൊരു ദൂത് മനുഷ്യവർഗത്തോട് പ്രസ്താവിച്ചു. നിർജീവത്വം വ്യാപരിച്ച്, ശൂന്യത വ്യാപരിച്ച്, വിടുതലില്ലായ്മയുടെ അനുഭവം വ്യാപരിച്ചു നിന്ന അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വസിച്ച് നീതിയായി കണക്കിട്ട് നീതി പ്രാപിച്ചു വിടുതലിലേക്ക് പോയ അനുഭവങ്ങളെ വരച്ചു കാണിച്ചിട്ട് റോമാലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം അവസാന വാക്യത്തിൽ തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളും ഒരു കാര്യം വിശ്വസിക്കാൻ ഏൽപ്പിക്കണം. കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്കു വേണ്ടി മരിച്ച്, നിങ്ങൾക്കു വേണ്ടി അടക്കപ്പെട്ട്, നിങ്ങൾക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പുതുതായി രൂപപ്പെടുത്ത ഒരു പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആലോചനയല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലും നീ വിശ്വസിക്കണം.
യേശുക്രിസ്തു മരിച്ചു, ഉയർത്തു. നീ വിശ്വസിക്കണം. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നീ വിടുതൽ പ്രാപിക്കണം. ഇനി നാം നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗത്തേക്ക് വേഗത്തിലൊന്ന് പോകാം. സ്വർഗം പറഞ്ഞില്ലേ, ഇവർക്ക് യോഗ്യതയില്ല, അർഹതയില്ല, എന്നാലും അർഹതയില്ലാത്ത ഇവരുടെ മുൻപിൽ ഞാൻ കൃപയായി വെളിപ്പെടുമെന്ന്. ആ വെളിപ്പെട്ട കൃപയല്ലേ ഈ നസറായനായ യേശുക്രിസ്തു? അപ്പോ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം തന്റെ കൃപ മനുഷ്യവർഗത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തിയത് നസറായനായ യേശു ക്രിസ്തുവിലൂടെ. ഇനി മാനവകുലത്തെ നോക്ക്. അത് 5-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ, ലംഘനത്താൽ, പാപം, മരണം, എല്ലാ മനുഷ്യരും അതിന്റെ അടിമകളായിപ്പോയി. ശിക്ഷാവിധിക്ക് നിയോഗിക്കപ്പെട്ട മാനവകുലം ഇവറ്റകളെല്ലാം മരണത്തിന് വിധിക്കപ്പെട്ടു. വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ശിക്ഷാവിധിയുടെ മണ്ഡലത്തിൽ ബന്ധിക്കപ്പെട്ട് അടിമനുഖത്തിന്റെ കീഴിൽ കിടന്ന് പിടയുന്ന അടിമകളെ പോലെ മാനവകുലം ഇവറ്റകളുടെ പാപത്തിന്റെ ശിക്ഷ എങ്ങനെ മാറും? ഏകമനുഷ്യനായ ആദമിന്റെ ലംഘനത്തിലൂടെ വന്ന അനുസരണക്കേടും മരണവും എങ്ങനെ മാറും? വിടുതലിന് പകരം വ്യാപരിക്കുന്ന കെടുതി എങ്ങനെ മാറും? നിർത്ത്. മാനവകുലം എന്ന് പറയുന്ന പ്രയോഗമെന്ന് നിർത്തി. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തി ഞാൻ ചോദിക്കട്ടെ, എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് എന്റെ തകർച്ചയൊന്ന് മാറ്റാൻ എനിക്ക് പകരക്കാരനായി എന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ ആരുണ്ട്? അതാ വേദപുസ്തകത്തിന്റെ കാതൽ. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെന്ന്, ദൈവത്തോട് നിരപ്പില്ലാത്ത മനുഷ്യനെന്ന്, ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യനെന്ന്, ദൈവത്തോട് സമാധാനമില്ലാത്ത മനുഷ്യനെന്ന്, ആമേൻ, ദൈവത്തിന്റെ മുൻപാകെ വരാൻ ധൈര്യമില്ലാത്ത മനുഷ്യനെന്ന് മാറിയും തിരിഞ്ഞും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയപ്പോൾ അതിന്റെ ഇങ്ങേ തലക്കൽ വീണ്ടും ആത്മാ പറയുന്നു, സാരമില്ല, ബന്ധം നഷ്ടപ്പെട്ടുപോയ മാനവകുലത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തേണ്ടതിന്, ദൈവവുമായി നിരപ്പ് പ്രാപിപ്പിക്കേണ്ടതിന്, കൃപയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന്, സമാധാനത്തിലേക്ക് നടത്തേണ്ടതിന് നമ്മുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. അവന്റെ പേരത്രേ നസറായനായ യേശുക്രിസ്തു. അതാ വെളിപ്പാടുള്ള പ്രവാചകനായ യോഹന്നാന്റെ ശബ്ദം. അതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. രാത്രി എന്നെ കേൾക്കുന്ന മനുഷ്യ, ദൈവവുമായി നിന്നെ നിരപ്പുള്ളവനാക്കാൻ പുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവമായി നിന്നെ നിരപ്പ് വരുത്താൻ ആഗ്രഹിക്കുന്ന ദൂത് നിന്നോട് പറഞ്ഞിട്ട് നിന്റെ മേൽ വ്യാപരിക്കേണ്ട മരണം, നിന്റെ മേൽ വ്യാപരിക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. എപ്പോൾ? ബൈബിൾ പറയുന്നു, ദൈവമായി നിരപ്പില്ലാത്ത ബന്ധമില്ലാതിരുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ, ആമേൻ, ദൈവമായി ശത്രുത്വത്തിലായിരുന്ന ഞാൻ, ശത്രുക്കളായിരുന്ന നമ്മൾ, ശത്രുവായിരുന്ന ഞാൻ ശത്രുവായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി സ്വപുത്രനെ കാൽവരി ക്രൂശിൽ തകർത്തുകളഞ്ഞ